അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേരളം ഉറ്റുനോക്കിയിരുന്ന സമസ്ത 100-ാം വാർഷിക വിളംബര സമ്മേളനം വളരെ പ്രൗഢമായി ഇന്നലെ കോട്ടക്കലിൽ സമാപിച്ചു. പ്രതീക്ഷിച്ചതിനപ്പുറം ഒക്കെ ഉസ്താദ് നഗറിൽ ജനസാഗരം തടിച്ചുകൂടി. അതിൻ്റെ അലയൊലികളൊന്നും ഇതുവരെയും അവസാനിച്ചിട്ടില്ല. ചാനൽ മുഴുവൻ സുന്നി ഐക്യത്തെക്കുറിച്ചും ഇന്നലെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നടത്തിയ പ്രഖ്യാപനങ്ങളെക്കുറിച്ചും പ്രമേയത്തെക്കുറിച്ചൊക്കെയാണ് ചർച്ചകൾ സജീവമായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും സുന്നി ഐക്യ ചർച്ചകൾ മുഖ്യധാരാ മാധ്യമങ്ങളിലടക്കം സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലത്തെ പരിപാടിയിൽ തുടക്കം മുതലേ ഞാൻ പങ്കെടുത്തിരുന്നു. വൈകുന്നേരം തന്നെ ആ ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞ ഒരവസ്ഥയായിരുന്നു കാണാൻ കഴിഞ്ഞത്. സമ്മേളനങ്ങൾ വിജയിപ്പിക്കാൻ വേണ്ടി വലിയ ആഹ്വാനങ്ങളൊന്നും നടത്താതെ കേവലം 6 ദിവസം മുമ്പ് മാത്രമാണ് ഇങ്ങനെ ഒരു സമ്മേളനം നടക്കുന്നത് നേതാക്കൾ പരസ്യപ്പെടുത്തിയത്. വേണ്ടത്ര വാൾ പോസ്റ്ററുകളോ ഫ്ലക്സ് ബോർഡുകളോ ഒന്നുമില്ലാതെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചരണം കൊണ്ട് മാത്രം, അതും കേവലം 5 ദിവസങ്ങൾ കൊണ്ടാണ് ഇത്രയും വലിയ ഒരു ജനസാഗരം ഇന്നലെ കോട്ടക്കലിൽ തടിച്ചുകൂടിയത്. ഇങ്ങനെയാണെങ്കിൽ അടുത്ത ജനുവരി മാസത്തിലാണല്ലോ 100-ാം വാർഷികം പ്രഖ്യാപിച്ചിട്ടുള്ളത്, അതും മലപ്പുറം ജില്ലയിൽ. ആ സമ്മേളനത്തിൽ തടിച്ചുകൂടുന്ന ജനസാഗരം എന്തായിരിക്കും? ഒരു വർഷം അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നേറാം. ഇന്നലെ അത്രയും വലിയ ജനസാഗരം തടിച്ചുകൂടാൻ കാരണം കാന്തപുരം ഉസ്താദ് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ 100-ാം വാർഷിക സമാപന സമ്മേളനത്തിൽ പറഞ്ഞ ആ പരാമർശത്തോട് എങ്ങനെയായിരിക്കും AP ഉസ്താദ് പ്രതികരിക്കുക? സുന്നി ഐക്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ എന്തായിരിക്കും? അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചപ്പോൾ എന്താണ് AP ഉസ്താദ് പറയുക, എന്താണ് മറ്റ് നേതൃത്വം പറയുക എന്നൊക്കെയുള്ള ആശങ്ക കൊണ്ട് ഒരുപാട് ആളുകൾ അങ്ങോട്ട് ഒഴുകിയിട്ടുണ്ട്. വസ്തുത തന്നെയാണ്. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി തടിച്ചുകൂടിയ ജനങ്ങൾ മാത്രമല്ല അവിടെ ഉള്ളത്. ഈ പ്രസ്ഥാനത്തെയും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെയും കൊച്ചാക്കാൻ ഒരു നിലക്കും അനുവദിക്കില്ല എന്ന ദൃഢനിശ്ചയത്തോടെ തടിച്ചുകൂടിയ ജനങ്ങളാണ് ഏറെയും. 100-ാം വാർഷികത്തിലെ ജിഫ്രി തങ്ങളുടെ ആ പ്രസ്താവനയ്ക്ക് കാന്തപുരം ഉസ്താദ് ഇന്നലെ മറുപടി കൊടുത്തിട്ടുണ്ട്. വളരെ പക്വമായിട്ടും ദീർഘദൃഷ്ടിയോടെയുമുള്ള മറുപടി തന്നെയായിരുന്നു. അതല്ലാതെ അമിതമായിട്ട് വൈകാരികമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. താനടക്കമുള്ള മഹത് വ്യക്തിത്വങ്ങളെയാണ്, വലിയ പണ്ഡിതന്മാരെയാണ് ഇകഴ്ത്താൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ കൊച്ചാക്കാൻ ശ്രമിച്ചത് എന്ന് തിരിച്ചറിഞ്ഞിട്ടും പഴയ കാര്യങ്ങളൊന്നും കുത്തിപ്പൊക്കി ആരെയും വേദനിപ്പിക്കാതെ, എന്നാൽ ആ വസ്തുതയിലേക്ക് ചെറിയ സൂചന മാത്രം നൽകിക്കൊണ്ടായിരുന്നു കാന്തപുരം ഉസ്താദ് ഐക്യത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തത്. മൺമറഞ്ഞു പോയ മഹാന്മാരായ പണ്ഡിതന്മാരെ വലിച്ചു കീറാൻ ഇന്നത്തെ മാധ്യമങ്ങൾക്ക് ഒരു അവസരമുണ്ടാക്കി കൊടുക്കണ്ട എന്ന് കരുതിയായിരിക്കും ഒരു പക്ഷേ പഴയ കാര്യങ്ങളിലേക്കൊന്നും കാന്തപുരം ഉസ്താദ് കൂടുതൽ കടക്കാതിരുന്നത്. അതാരും കാണാതെ പോവരുത്. വേണമെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ഒരുപാട് പറയാമായിരുന്നു, അത്തരമൊരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ അവസരമുണ്ടായിട്ടും അതൊന്നും പറയാതിരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ മാധ്യമങ്ങൾക്കിടയിലേക്ക് വളച്ചൊടിക്കാൻ എന്തിനാണ് അത്തരം കാര്യങ്ങൾ വലിച്ചിഴക്കുന്നത്. മൺമറഞ്ഞു പോയ മഹാന്മാരെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഇവർ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിൽ താനും കൂടി ഒരു കാരണമാവുമല്ലോ എന്ന് ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു പക്ഷേ പഴയതൊന്നും ഉസ്താദ് പറയാതിരുന്നത്. ചില സൂചനകൾ മാത്രമാണ് നൽകിയത്. സ്വന്തം അസ്തിത്വത്തെയും അഭിമാനത്തെയും സമൂഹ മധ്യത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ അത്രയെങ്കിലും മറുപടി പറയാതിരിക്കുമോ ആരെങ്കിലും? ഇന്നലെ പൊന്മള ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് ചില ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമായി രംഗത്ത് വരുന്നുണ്ട്. പൊന്മള ഉസ്താദിനെ വിമർശിച്ചുകൊണ്ടാണ് പലരും രംഗത്ത് വരുന്നത്. എന്നാൽ അവരോട് പറയാനുള്ളത്, മനസ്സെന്ന മാണിക്യ കൊട്ടാരത്തിൽ ഒരു സ്ഫടിക പാത്രം പോലെ ഒരുപാട് കാലം കൊണ്ടു നടന്ന ഈ പ്രസ്ഥാനത്തെയും സ്വന്തം നേതാക്കളെയും സമൂഹ മധ്യത്തിൽ കൊച്ചാക്കാൻ ശ്രമിച്ചപ്പോൾ അത് സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ സഹിക്കാൻ കഴിയാത്ത ചില നേതാക്കൾ തിരിച്ചും ഒരു കൊട്ട് കൊടുത്തു. അത്രയേ അതിനെ കാണേണ്ടതുള്ളൂ. അതിനെ അങ്ങനെ കണ്ടാൽ മതി. അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ കൂടുതൽ കാടിക്കയറി പോവേണ്ട ഒരാവശ്യമില്ല. സ്വന്തം പിതൃത്വത്തെ ചോദ്യം ചെയ്താലേ ആരായാലും പ്രതികരിക്കൂലേ? സ്വന്തം അസ്തിത്വം മറ്റുള്ളവരുടെ കാൽക്കീഴിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ ആദർശബോധവും നിലപാടുമുള്ള ഒരാൾക്കും കഴിയില്ല. അപ്പോൾ അതിനൊന്നും അത്ര വലുതായിട്ട് കാണാതെ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രധാനപ്പെട്ട 2 പ്രമേയങ്ങൾ, അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ആ സമസ്ത മുഷാവറയിൽ പാസ്സാക്കി സമ്മേളനത്തിൽ അവതരിപ്പിച്ച ആ പ്രമേയങ്ങൾ എന്നും നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കേണ്ട
കാര്യങ്ങളാണ്. പേരോട് ഉസ്താദും ചുള്ളിക്കോട് ഉസ്താദുമാണ് പ്രമേയങ്ങൾ അവതരിപ്പിച്ചത്. പേരോട് ഉസ്താദ് അവതരിപ്പിച്ച ആദ്യത്തെ പ്രമേയം ഞാനിതൊന്ന് വായിക്കാം. സമൂഹത്തിൻ്റെ സുസ്ഥിരമായ വളർച്ചയ്ക്കും പുരോഗതിക്കും ഒരുമിച്ച് നിൽക്കേണ്ടത് അനിവാര്യമാണ്. ബഹുസ്വര സമൂഹത്തിലെ വിവിധ സമുദായങ്ങൾക്കിടയിലും ജനങ്ങൾക്കിടയിലും പൊതുവായുള്ള ഐക്യവും സൗഹൃദവും കാലം ആവശ്യപ്പെടുന്നുണ്ട്. രാജ്യത്തിൻ്റെ സർവ്വതല സ്പർശിയായ വളർച്ചയുടെ പ്രാഥമിക കാരണങ്ങളിലൊന്ന് സ്വന്തം അസ്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ചേർന്നു നിൽക്കലാണ്. ഈ വാചകം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. കാരണം സ്വന്തം അസ്തിത്വത്തിനും അഭിമാനത്തിനും യാതൊരു വിലയും കൽപ്പിക്കാത്ത ആളുകളോട് നമ്മൾ എങ്ങനെയാണ് ചേർന്ന് നിൽക്കുക? വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണത്. മറ്റുള്ളവരുടെ അസ്തിത്വവും അഭിമാനവും ഒക്കെ വകവെച്ച് കൊടുക്കാനല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത്? ലക്ഷക്കണക്കിന് ആളുകൾ മാതൃകയാക്കുന്ന നേതാക്കന്മാർ അതിന് പ്രാധാന്യം കൊടുക്കണ്ടേ? മുൻകാല നേതാക്കന്മാരും മഹത്തുക്കളൊന്നും അവരുടെയൊക്കെ സന്തത സഹചാരിയായിരുന്ന വ്യത്യസ്ത ആശയധാരയിലുള്ളവരോട് പോലും അവരുടെ അസ്തിത്വത്തെയും അവരുടെ അഭിമാനത്തെയും ചോദ്യം ചെയ്യാൻ നിന്നിട്ടില്ലല്ലോ. സ്വകാര്യമായി പോലും അവരുടെ അസ്തിത്വം ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു ആശയധാരയിലുള്ള ആളുകളെ പോലും അവരുടെ അസ്തിത്വത്തെയും അവരുടെ അഭിമാനത്തെയും നമ്മൾ വകവെച്ച് കൊടുക്കണ്ടേ? ഏതായാലും ബാക്കി വായിക്കാം. രണ്ട് സമസ്തകൾക്കിടയിലെ ഐക്യ ചർച്ചയ്ക്ക് നേരത്തെ തന്നെ രണ്ട് മുഷാവറകളും അംഗീകാരം നൽകിയതും പലതവണ ഒരുമിച്ച് ഇരുന്നതുമാണ്. അതിൻ്റെ നിർമ്മാണാത്മക ഫലങ്ങൾ കേരളം അനുഭവിക്കുന്നുമുണ്ട്. വിശ്വാസപരവും കർമ്മപരവുമായ ആദർശങ്ങളിലൂന്നി സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യത്തിൽ യോജിച്ച് സൗഹൃദവും ഐക്യവും സാധ്യമാക്കണമെന്നാണ് നമ്മുടെ താൽപ്പര്യം. അത്തരം ചർച്ചകൾക്ക് ഇനിയും ഞങ്ങൾ സന്നദ്ധവുമാണ്. ക്രിയാത്മകമായ ഈ ചർച്ചകളെയും ശ്രമങ്ങളെയും മാന്യമായും ബഹുമാനത്തോടു കൂടെയുമാണ് നാം സമീപിക്കേണ്ടത്. വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇതിന് വിഘാതമാകുന്ന ഇടപെടലുകൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇതും വളരെയധികം വേണ്ടപ്പെട്ട ഒരു പോയിൻ്റാണ്. ഐക്യമെന്നിങ്ങനെ എപ്പോഴും പറയുമ്പോഴും മറ്റുള്ളവരെ ബഹുമാനിക്കാനോ ഒരു പ്രതിപക്ഷ ബഹുമാനം എന്നൊക്കെ പറയുന്ന രീതിയിലെങ്കിലും നമ്മൾ കാണിക്കാതിരുന്നാൽ പിന്നെ എങ്ങനെയാണ് ഐക്യം നടക്കുക? അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ് തന്നെയാണ് ഈ പ്രമേയത്തിൽ ഈ പറഞ്ഞ വാക്ക്. പലതരം വികല ആശയങ്ങൾ അധീശത്വം നേടുന്ന ഈ കാലത്ത് വിശ്വാസത്തിൻ്റെയും ആദർശത്തിൻ്റെയും ബലത്തിൽ ഒരുമിച്ച് നിന്ന് സ്നേഹത്തിൻ്റെ ലോകം പണിതുയർത്താൻ എല്ലാവരും ഒറ്റക്കെട്ടാവണം. ഇതാണ് പ്രമേയത്തിൽ പറയുന്നത്. ആ പ്രമേയം ആവർത്തിച്ച് നമ്മൾ കേട്ടാൽ എന്താണ് അതിൽ പറയുന്നതൊക്കെ എന്നുള്ളത് ശരിക്കും നമുക്ക് മനസ്സിലാവും. നമ്മളെ മനസ്സിൽ കൊത്തിവെക്കേണ്ട കാര്യങ്ങളാണ്. ആ പ്രമേയമാണ് ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുക. അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പം നിലവിലുള്ള സൗഹൃദാന്തരീക്ഷം കൂടി തകർക്കേണ്ട കാര്യം എന്താണ്? പല ഫിത്തനക്കാരും പല ഫേക്ക് ഐഡികളിലൂടെയും വന്നുകൊണ്ട് നമ്മുടെ ഐക്യം തകർക്കാൻ ശ്രമിക്കും, സൗഹൃദാന്തരീക്ഷം ഇല്ലാതാക്കാൻ ശ്രമിക്കും. അതിനൊന്നും നമ്മൾ നിന്നു കൊടുക്കരുത്. അവരെയൊക്കെ അവഗണിക്കുക. നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആളുകളൊക്കെ അത്തരത്തിലേ ചെയ്യും. അല്ലാതെ എല്ലാ ഫേക്ക് ഐഡികളിലും കാണുന്നതൊക്കെ വിശ്വസിക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ. അപ്പോൾ നിലവിലെ സൗഹൃദാന്തരീക്ഷം തകർക്കാൻ പല ആളുകളും പല രീതിയിലും ശ്രമിക്കും. ചിലപ്പോൾ അത്തരത്തിൽ ശ്രമിക്കുന്നത് മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെ ആയിരിക്കും. അപ്പോൾ അതിലൊന്നും നമ്മൾ ആരും വീണു പോകാൻ പാടില്ല. നമ്മുടെ നേതൃത്വം എന്താണ് പറയുന്നത് അത് മാത്രം നമ്മൾ നോക്കുക. രണ്ടാമത്തെ പ്രമേയം ഞാൻ വായിച്ചുകൊണ്ട് സമയം കളയുന്നില്ല. എന്താണ് ആകത്തൊക്കെ പറഞ്ഞതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. മതത്തെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയും അധികാരം പിടിച്ചെടുക്കാനുമുള്ള ഒരു ടൂളായി ഉപയോഗിക്കാൻ പാടില്ല എന്നും ഇന്ത്യയുടെ മതേതര ജനാധിപത്യത്തിന് വിരുദ്ധമായി ബഹുസ്വരതയ്ക്ക് നിരക്കാത്ത രീതിയിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്ക് രാഷ്ട്രീയ ഇടങ്ങളിൽ മാന്യത നൽകുന്നത് ജനാധിപത്യത്തിൻ്റെ അന്തസത്ത ചോർത്തിക്കളയുകയും ബഹുസ്വരത പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും. എല്ലാവരും അതിൽ നിന്ന് പിന്മാറണമെന്നാണ് ആകത്തുക. ഈ പ്രമേയങ്ങളുടെ ഒക്കെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം. ഇപ്പോൾ ഇന്നലെ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയങ്ങൾ അതിൻ്റെ മറ്റൊരു രീതിയിലായിരിക്കും സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടാവുക. ഒരുപാട് പ്രമേയങ്ങൾ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇതും അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു രീതിയിലായിരിക്കും എന്ന് മാത്രം. അപ്പോൾ ഈ പ്രമേയങ്ങളുടെയൊക്കെ മൂല്യം നമ്മൾ മനസ്സിലാക്കി ആ പ്രമേയം പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് നേതൃത്വത്തോടു കൂടെ ചേർന്ന് നിൽക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. ഇനിയും പരസ്പരം കൊമ്പ് കോർക്കാതെ പരസ്പര ബഹുമാനവും സൗഹൃദ ബന്ധങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. ഇടയ്ക്ക് വരുന്ന ഫിത്തനക്കാരെയും ഫേക്ക് ഐഡികളെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് അവരെ തട്ടിമാറ്റിക്കൊണ്ട് തന്നെ അഹ്ലുസുന്നത്ത് ജമാഅത്തിൻ്റെ ഇസ്സത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.